ഇത് തുടങ്ങുന്നത് ഖാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് എന്നുള്ളത് അറബി അക്ഷരമാലയിലെ ഒരു അക്ഷരം മാത്രമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ക്യൂ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മലയാളത്തിൽ ക, ഖ, ഗ എന്നൊക്കെ പറയുന്നത് പോലെ ഒരക്ഷരം മാത്രമാണ്. പക്ഷേ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ ഉള്ള ഏതെങ്കിലും അക്ഷരത്തിൻ്റെ ഉച്ചാരണവുമായി നേരിട്ട് ബന്ധമില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചാരണമാണ്. ഖുർആൻ എന്ന് എഴുതുമ്പോൾ ഈ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മളതിന് പകരം മലയാളത്തിൽ ചില ആളുകൾ ഖു എന്നെഴുതും, മുഖം എന്നെഴുതുന്ന അക്ഷരം. ഞാനതിന് സാധാരണ ക എന്നാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് പലരും ഈ ഖു എന്തുകൊണ്ട് എഴുതുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഖു എഴുതുന്നത്, അതെനിക്ക് ആ അക്ഷരം അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ വന്ന് കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അറബിയിലെ ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തോട് സാമ്യമുള്ള ഒരക്ഷരവും മലയാളത്തിൽ ഇല്ല എന്നതുകൊണ്ട് അതിനോട് അല്പമെങ്കിലും അടുപ്പമുള്ള ഒരു അക്ഷരം നമ്മളതിന് പകരം ഉപയോഗിക്കുന്നു എന്നുള്ളൂ. കൂടുതൽ ആളുകളും ഖു എന്നാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിലും ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ CN അഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള പലരും ഞാൻ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഖു എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ക എന്ന മലയാള അക്ഷരം അതിന് പകരം ഉപയോഗിക്കുന്നു. മറ്റേ അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അറബി ഉച്ചാരണം അറിയാത്ത ആളുകൾ ഖുറാൻ എന്ന് വായിക്കും. അതിനേക്കാൾ കുറച്ചും കൂടെ ഖുർആൻ എന്ന വാക്കിനോട് ഉച്ചാരണപരമായി സാമ്യമുള്ളത് ഖുർആൻ എന്ന മലയാള വാക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ അക്ഷരം ഉപയോഗിക്കുന്നത്. എന്തായാലും ഇവിടെ കേവലം ഒരു ഖാഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഒരക്ഷരം കൊണ്ട്, 2 അക്ഷരം കൊണ്ട്, 3 അക്ഷരം കൊണ്ട്, 4 അക്ഷരം കൊണ്ട്, 5 അക്ഷരം കൊണ്ടും ഒക്കെ തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിൽ വേറെയുണ്ട്. അവിടെയെല്ലാം ഈ വ്യാഖ്യാതാക്കൾ ഒരുപാട് ഉരുണ്ട് മറിഞ്ഞിട്ടുമുണ്ട്. ചിലർ അതിനൊക്കെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥവും വ്യാഖ്യാനവും ചമച്ചിട്ടുണ്ട്. വേറെ പലരും ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായി പറഞ്ഞു പോയി എന്നൊക്കെയാണ്. പക്ഷേ അതേ ഖുർആനിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ മനസ്സിലാവാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കുറേ ആൾക്കാരിങ്ങനെ കെട്ടിമറിഞ്ഞ് നിങ്ങൾ അവിശ്വാസികളായി തീരാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിത്തിരിപ്പിലുണ്ടാക്കി ഇറക്കിയതാണത് എന്ന രീതിയിൽ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇറക്കി വെച്ച കുറേ അക്ഷരങ്ങളാണ് ഖുർആനിലെ പല അധ്യായങ്ങളുടെയും തുടക്കത്തിൽ കാണുന്നത് എന്നും പറയാം. എന്തായാലും